തിരിച്ചടിയായി. ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ വന്ന് പറഞ്ഞിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടിയിലെ പ്രിയദർശിനി സ്കീം ഇന്ന് മുതൽ ഇവിടെ കേരളത്തിൽ നടപ്പാവുകയാണ്. ഓരോരോ ഗ്യാരണ്ടികളും ഇതുപോലെ നടപ്പാകുമ്പോൾ ഇതിന് പുറംതിരിഞ്ഞു നിന്ന് ഇതിൽ ഞങ്ങൾ സഹകരിക്കുന്നില്ല എന്ന് പറയുന്ന ഇടതുപക്ഷ സർക്കാർ അവരുടെ പ്രവർത്തനത്തെ നമ്മൾക്ക് കാണേണ്ടത് അവർക്ക് സ്ത്രീകൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതിൽ ഇഷ്ടമില്ല എന്നത് തന്നെയാണ്. സ്ത്രീകൾ ഒരു ആനുകൂല്യം നേടി അവർ സൗജന്യ യാത്രയിലൂടെ കുറച്ചു തുക ജീവിതത്തിന് മിച്ചം വയ്ക്കുന്നു എന്നുള്ളത് ഇടതുപക്ഷ സർക്കാരിന് അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാരിന് താല്പര്യമില്ല എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നമ്മൾ ആരെയും ഗൗനിക്കേണ്ടതില്ല. നമ്മൾ പുതുയുഗ പിറവിയായിട്ട് പുതുയുഗ കേരളത്തിനായിട്ട് നടന്നെടുക്കുകയാണ്. അതിലെ ഓരോ സ്കീമും ഇതുപോലെ നടപ്പാക്കുക തന്നെ ചെയ്യും. നമ്മൾക്ക് ഇവിടെ കപ്പിത്താനല്ല ഉള്ളത്, നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നയിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും എല്ലാ കാര്യങ്ങളും സാധാരണ ജനത്തെ ചേർത്ത് പിടിച്ച് നടപ്പാക്കുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. സ്ത്രീകളെ ചേർത്ത് പിടിച്ച് നടക്കുന്ന ഈ സർക്കാരിന് എല്ലാ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇനി മുതൽ സ്ത്രീകൾക്ക് കുറച്ചുകൂടി സുരക്ഷിതരായി ഈ ബസ്സിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം. 4000-ലധികം വരുന്ന KSRTC ബസ്സിൽ 3000-ലധികം ബസ്സിൽ ഈ ആനുകൂല്യം ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞ് നമുക്ക് യാത്ര ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം.